ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ മധുരക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. മധുരക്കിഴങ്ങ് നമുക്ക് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് മധുരക്കിഴങ്ങ് വേവിച്ചെടുത്ത് മുളക് ചമ്മന്തിയും കൂട്ടി കഴിക്കുന്നതാണ്. ഇപ്പം നമുക്ക് മധുരക്കിഴങ്ങ് വെച്ചിട്ട് പായസം ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പം വേവിക്കാനായിട്ട് പൊതുവേ തൊലിയോട് കൂടിയാണ് പുഴുങ്ങിയെടുക്കാറ്. പക്ഷേ ഈ തൊലിയിൽ നല്ല രീതിയിൽ മണ്ണുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് അങ്ങനെ വേവിക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ. അത് കാരണം ഞാൻ തൊലി പീൽ ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങാനെടുക്കുന്ന ആ ഒരു സൈസിൽ ഞാനിത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലേശവും നന്നായിട്ട് കഴുകിയെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ഒരു ആവശ്യത്തിന് ഉപ്പ്, ആ ഉപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണം. ചില മധുരക്കിഴങ്ങിന് അധികം വേവ് ഉണ്ടാവില്ല, പക്ഷേ ഇതിന് അത്യാവശ്യം വേവ് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല പൊടി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. 100 കൂടുതലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അത് അത്യാവശ്യം ഇച്ചിരിയും കൂടെ വേകാനുണ്ട്. തള വന്നപ്പോഴത്തേക്ക് ഇനി വേവ് എന്തെങ്കിലും ആയോ, ഉറ്റാറായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ സ്റ്റൗവിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മുളക് ചമ്മന്തി എടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ, നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ചെറുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ പാതി പണി വേഗം നടക്കും കേട്ടോ. കാരണം നമുക്ക് സമയം അധികം അതിന് വേണ്ടിയിട്ട് പോവില്ല. നമുക്ക് പൊതുവേ മടിയുള്ളത് ഈ വെളുത്തുള്ളി പൊളിക്കാൻ, ഇഞ്ചി ചിരണ്ടാൻ, ചെറുള്ളി പൊളിക്കാൻ, സവോള പൊളിക്കാൻ, ഇതിനൊക്കെയാണല്ലോ നമുക്ക് മടി കൂടുതലുണ്ടാവുക. അപ്പോൾ അതങ്ങ് ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ചതഞ്ഞ് വന്നോളും. ഈ അടപ്പ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ എരിവ് നമ്മുടെ മൂക്കിലേക്ക് വന്നേക്കാണ് കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നത് എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതേപോലെ തന്നെ വിനാഗിരി, പിന്നെ ഉപ്പ്, ഇത്രയും മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം കപ്പയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് എന്ത് പുഴുക്കിൻ്റെ കൂടെ ആണെങ്കിലും ഈ മുളക് ചമ്മന്തി ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ എത്ര ഇരുന്ന് അങ്ങ് കഴിക്കുക, എത്ര കഴിച്ചാലും നമുക്ക് മതി വരത്തില്ല. അപ്പം ഞാൻ വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഒത്തിരി വെള്ളം പോലെ ആവരുത്, എന്നാൽ നല്ലൊരു പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കണം കേട്ടോ. അപ്പം ഒത്തിരി ഇച്ചിരി അരഞ്ഞു പോയി, എന്നാലും ഇത്രയും അരഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, ഇത്രയും അരഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു മുളകിൻ്റെ വീഡിയോ കണ്ടിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് നന്നായിട്ട് നമ്മൾ മുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വേവായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് ചൂടോടെ കഴിക്കണമെങ്കിൽ ചൂടോടെ കഴിക്കാം. വൈകുന്നേര സമയമൊക്കെ ആണെങ്കിൽ കട്ടൻ കാപ്പിയുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് അളിഞ്ഞു പോയിട്ടില്ല, എങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ. മൂത്ത ആൾക്ക് വലിയ പ്രിയമില്ല, എങ്കിലും ഇളയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഏറ്റവും നല്ലൊരു സാധനമാണ് മധുരക്കിഴങ്ങ്. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയി മധുരക്കിഴങ്ങും മുളക് ചമ്മന്തിയൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് വേവിച്ച് നോക്കുക. പിന്നെ മധുരക്കിഴങ്ങിൻ്റെ വേറെ റെസിപ്പീസ് ഞാൻ വീഡിയോയിൽ പിന്നീട് ഇടാം കേട്ടോ. അപ്പം പായസം അതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ പിന്നെ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലോങ് വീഡിയോസിനൊക്കെ ഒത്തിരി വ്യൂസ് കുറവാണ്, അപ്പം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.